അനുജ, ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം തന്നെയാണ്. ജമ്മു കശ്മീരിലെ ഹിമാചൽ പ്രദേശിലുമാണ് ഇന്നലെ രാത്രി കനത്ത മഴയുണ്ടായത്. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലെ ജോത്ഘാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായത്. പൂർണ്ണമായിട്ടും ഈ ഗ്രാമം ഒറ്റപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് തന്നെ ഏറെ പ്രയാസപ്പെട്ടു. അവിടെ രാവിലെയോടെയാണ് രക്ഷാപ്രവർത്തനം സംഘത്തിന് അങ്ങോട്ടേക്ക് എത്താനായത്. ഈ ദുരന്തത്തിൽ 4 പേരാണ് മരിച്ചത്, 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൂടാതെ ഹിമാചൽ പ്രദേശിലും അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെയുണ്ട്. 3 ഇടങ്ങളിൽ മിന്നൽ പ്രളയം ഉണ്ടായി. മാണ്ഡി ജില്ലയിലാണ് കൂടുതൽ നാശനഷ്ടം വിധിച്ചത്. അവിടുത്തെ പനാർസ, തക്കോലി, നാഗ്വൈൻ എന്നിവിടങ്ങളിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. ഇതെല്ലാം ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഈ റോഡുകളിൽ ഈ ഉരുളൻ കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റും വന്ന് കിടക്കുകയാണ്. ഇത് മാറ്റുന്ന ജോലി ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടതിനാൽ ഇവിടത്തേക്ക് ഉള്ള യാത്രകൾ മാറ്റിവെക്കണമെന്ന് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജമ്മു കശ്മീരിലെ അവിടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 65ആണ്. നിലവിൽ അവിടെയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതിശക്തമായ മഴ തന്നെയാണ് ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഇന്നലെ അർദ്ധരാത്രി മുതൽ അനുഭവപ്പെടുന്നത്. ജമ്മുകശ്മീരിലാണ് വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായത്. 4 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടം കത്വയിൽ ഉണ്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ 3 ഇടങ്ങളിലും മിന്നൽ പ്രളയം ഉണ്ടായി. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി അതിരൂക്ഷമാണ് എന്നതാണ് അജീഷ് ജയകുമാർ നൽകിയ വിവരം.